3 നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കൂല. ഇത് നമുക്ക് അറിയാത്ത കാര്യമൊന്നല്ല. നിസ്കാരത്തിന് എന്തുണ്ട്? നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില ഷർത്തുകളുണ്ട്. നിസ്കാരത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകാൻ വേണ്ട ചില റുക്കനുകളുമുണ്ട്, അർക്കാനുകളുമുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? നമ്മൾ ശുദ്ധിയോടുകൂടി ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. അപ്പൊ ഒന്നുമില്ലാതെ ഒരുത്തം നിസ്കരിച്ചാൽ അവൻ നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ആദ്യാവസാനം വരെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നുള്ളതാണ് അർക്കാനുകൾ. റുക്കിനെന്ന് പറഞ്ഞാൽ അത് വിട്ടുപോയാൽ പിന്നെ അവന്റെ നിസ്കാരം ശരിയാവൂല. ആ നിസ്കാരത്തിന്റെ മർമ്മപ്രധാനമാണ്. എത്രമാത്രം തരങ്ങൾ അതിൽ ഓരോന്ന് പറയുമ്പോഴും, റുക്കുവിനെ പറ്റി പറയുമ്പോൾ റുക്കുവിൽ തുമഅനീനത്ത് വേണം, സുജൂദിൽ തുമഅനീനത്ത് വേണം എന്ന് പറഞ്ഞാൽ ആ റുക്കു ചെയ്താൽ പോരാന്നാണ്. റുക്കുവിൽ കുറച്ചു നേരം ഇങ്ങനെ അനങ്ങാതെ നിൽക്കണം. ആ നൃത്തം അവിടെ വന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും തസ്ബീഹുകളും ചെല്ലേണ്ടതാണ്. അതില്ലെങ്കിലോ ഇന്നക്കലം തുസല്ലി എന്നാണ്. അതില്ലാതെ നിസ്കരിച്ച ആളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക്കലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അയാൾ ഒന്നുണ്ടാക്കാനിട്ട, കിബിലക്ക് നേരെ തിരിയാഞ്ഞിട്ട, റക്അത്ത് പൂർത്തിയാകാഞ്ഞിട്ട. നിബന്ധനകളുണ്ട്. ഏത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും നിബന്ധനകളുണ്ട്. വമൻ അറാദല്ലാഹിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഉലൈക കാന സഅയുഹും മഷ്കൂറാ. ചില ആളുകളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നന്ദിയോടുകൂടെ സ്വീകരിക്കും. ആരെ പ്രവർത്തനത്തെയാണ് അള്ളാഹ് നന്ദിയോടുകൂടെ സ്വീകരിക്കുക? വമൻ അറാദല്ലാഹിറ, പരലോകത്തെ ലക്ഷ്യം വെക്കണം. ചെയ്യുന്ന കർമ്മത്തിന്റെ പൂർണ്ണമായ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അള്ളാന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടണമെന്ന്. വേറെ ഒരു കാര്യം ആളുകൾ അംഗീകരിക്കണമെന്നോ ആളുകൾ ബഹുമാനിക്കണമെന്നോ ജനങ്ങൾ കാണണമെന്നോ ഒന്നും വിചാരിക്കാൻ പറ്റൂല. പരലോകത്തെ പ്രതിഫലം കിട്ടണം. അപ്പൊ ഇഖ്ലാസ് വേണം. ഇഖ്ലാസില്ലാത്ത നിഷ്കളങ്കമല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കൂല. മാത്രല്ല അത് പ്രവർത്തിക്കുന്ന ആൾക്ക് കുറ്റം കൂടി കിട്ടും. മറ്റുള്ളവർ അള്ളാഹിന്റെ കൂലി കിട്ടാൻ വേണ്ടി, അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം വേറെ ആരെങ്കിലും തൃപ്തിക്ക് വേണ്ടി ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കുന്നത് കുറ്റം കൂടെ കിട്ടുന്ന ഒരു കാര്യമാണത്. പിന്നെന്താണ്? വമൻ അറാദല്ലാഹിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ വസഅലഹാ സഅയഹാ. എന്താണോ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം അത് ചെയ്യേണ്ട കോലത്ത് ചെയ്യണം. ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഹുദു അന്നി മനാസിക്കും, എങ്ങനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന് അങ്ങനെ അത് ചെയ്യണം. നിസ്കാരാണെങ്കിൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ കാണിച്ചതുപോലെ, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അപ്പൊ മുതാബഅത്തുർ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചതുപോലെ മാത്രം ചെയ്താലേ ദീനിൽ ഒരു കാര്യം ദീനി കർമ്മമാകൂ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സമ്പൂർണമാണ്. ഒന്നും വിട്ടുപോയിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമോ നരകത്തുനിന്ന് അകറ്റുന്ന ഒരു കാര്യമോ നിങ്ങളോട് ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാം സമ്പൂർണമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നതാണ്. മതം പൂർണ്ണമാണ്. ആ മതം പൂർണ്ണമാണെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ എല്ലാ കാര്യങ്ങൾക്കും മാതൃക പൂർണ്ണമായി നമുക്ക് കാണിച്ചെന്നുണ്ട്. അത് നമ്മൾ അതേപോലെ ചെയ്യണം. അതോടൊപ്പം എന്ത് വേണം? ഫഹുവ മുഅ്മിൻ, അവൻ ഈമാന് വേണം. ഈ ഈമാനോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പൊ എന്താ അറിയോ, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഏത് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പരലോകത്ത് പ്രയോജനപ്പെടാൻ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ അടിസ്ഥാനങ്ങളെ നമ്മൾ പരിശോധിക്കണം.